എൻ്റെ നാട്ടിലെ വീട്ടിൽ ഒരു പ്ലാവുണ്ട്, ഒരു മാവുമുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ചക്കയും മാങ്ങയും ഒക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ കിട്ടിയിട്ടുമുണ്ട്. ഈ പ്ലാവിൽ ചക്കയാവുന്ന സമയമാകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ അവിടെയുള്ള നാട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ വന്ന് പറയും, ഈ ചക്ക ഞങ്ങൾക്കുള്ളതാണേ വെച്ചേക്കണേന്ന്. എൻ്റെ അപ്പയും അമ്മയും കൃത്യമായിട്ട് ആ ചക്ക അവർക്ക് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കുകയും ആവാറാകുമ്പോഴത്തേക്ക് അവരെ വിളിച്ച് പറയുകയും ചെയ്യും. അങ്ങനെ ചക്കയും മാങ്ങയും ഒക്കെ ഷെയർ ചെയ്ത ഒരു ബാല്യകാലമായിരുന്നു ഞങ്ങൾക്കുള്ളത്. ചില സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ചക്കയൊക്കെ ഒരുമിച്ചങ്ങ് പഴുക്കും. അപ്പോൾ എന്ത് പറ്റും, ഇതെല്ലാം വേസ്റ്റായി പോകത്തില്ലേ? അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടിയുള്ളൊരു റെസിപ്പിയാണ് ഈ ചക്ക അലുവ എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളാണ്. പഴുത്ത ചക്ക മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് അത് നെയ്യിലിട്ട് വഴറ്റിയെടുക്കും. നെയ്യിലിട്ട് വഴറ്റുമ്പോൾ നമ്മൾ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഏലക്കപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് അത് ആഡ് ചെയ്യണമെന്നില്ല. എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാനിത് ആഡ് ചെയ്തു. നന്നായി നെയ്യിലിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നല്ല മണമാണ്. വീട് നിറച്ചും ഈ ചക്കയുടെയും നെയ്യിൻ്റെയും കൂടെയുള്ള ഒരുമിച്ചുള്ളൊരു പ്രത്യേകതരം മണം കിട്ടാൻ തുടങ്ങും. അതടിക്കുമ്പം തന്നെ വായിക്കാത്ത വെള്ളം ഓടും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നെയ്യ് ചൂടാക്കുക, അതിൽ ഏലക്ക ചതച്ച് ഇടുക. ഏലക്ക ചതച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ അതൊന്ന് മൂക്കാൻ വെക്കും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചക്ക ആഡ് ചെയ്യുകയായി. ചക്കയുടെ പേസ്റ്റ് നമ്മൾ നെയ്യിലിട്ട് നന്നായി വഴറ്റണം. അത് മാത്രമാണ് ഇതിൻ്റെ സീക്രട്ട് റെസിപ്പി എന്ന് പറയുന്നത്. ചക്കയുടെ പേസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ശർക്കരപ്പൊടി ചേർക്കും. ശർക്കരപ്പൊടിയോ അല്ലെങ്കിൽ ശർക്കരയായിട്ടോ എങ്ങനെ വേണേലും നമുക്ക് ആഡ് ചെയ്യാം. എനിക്കെളുപ്പം ശർക്കരപ്പൊടിയാണെന്നാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കരപ്പൊടിയാണ് ചേർത്തത്. ഇനി ശർക്കര എന്ന് പറയാൻ കിട്ടുന്നില്ലല്ലോ ദൈവമേ. എന്താണേലും ശർക്കരയൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങും. നല്ല ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നമുക്ക് വഴറ്റുന്നത് നിർത്താം. ഇതിൻ്റെ അകത്ത് ആകെപ്പാടെ മെനക്കേട് പരിപാടി എന്ന് പറയുന്നത് ഈ വഴറ്റലാണ്. വഴറ്റി ഇത് ഏകദേശം ഹാഫ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഏകദേശം ആയി എന്ന്. എന്തായാലും ഇത് ഈ ശർക്കരയും ചക്കയും കൂടി കാരമലൈസ് ചെയ്യുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് വീണ്ടും വഴറ്റൽ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇത് നല്ല ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്ക് വഴറ്റുന്നത് നിർത്താം. എന്നിട്ട് പിന്നെ കുറച്ച് കാഷ്യൂസും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. ചിലർക്കിത് നല്ല ചൂടായിട്ട് കഴിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച് കഴിക്കാനും. എനിക്ക് ചൂടായിട്ട് കഴിക്കാനും ഇവിടെയുള്ള ബാക്കിയുള്ളവർക്കെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനുമാണ് ഇഷ്ടം. എങ്ങനെയാണെങ്കിലും ഇതൊരു ഉഗ്രൻ റെസിപ്പിയാണ്. കുറച്ച് നാൾ ചക്ക ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും. അപ്പം ഈ റെസിപ്പി ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ. ആന ജോബ്സ് സൈനിങ് ഓഫ്.